നായ്ക്കൾക്ക് കുറച്ച് ചൊറിച്ചിലുണ്ട്. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെടി വേശി എന്നുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവനാണെങ്കിലും ഞാൻ പൊക്കും. ഉറപ്പാണ്, ഞാൻ സൈബർ സെല്ലിൽ കൊണ്ടു കൊടുക്കും. വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതാരാന്നറിയോ മക്കളെ? അധികാരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത് കുറച്ച് കാലം നല്ല ഫേമസ് ആയിരുന്നു. പിന്നെ കുറച്ച് അടക്കവും ഒതുക്കെല്ലാം വന്നിട്ട് വീട്ടിനുള്ളിൽ അനങ്ങാണ്ടായി. ഇപ്പം വീണ്ടും യൂട്യൂബിൽ നിന്ന് പണം വരാൻ തുടങ്ങിയവരെ വീണ്ടും എന്താ പറയുക, പരിധിയെല്ലാം കടന്നുപോയി. മുന്നത്തേൻ്റെ പിന്നത്തെയായി ഇപ്പം. അപ്പം ഇവൾ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്നവരാ ഇവർ സൈബർ സെല്ലിൽ കയറ്റിക്കുന്നവന്നെ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതല്ലേ പണി, ഇവളെ കേസ് തെളിയിക്കല്, അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഏതെങ്കിലും നായിൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇടുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാനായിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അല്ലടി, നീ പറഞ്ഞ് മോശമായ വാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ പിടിപ്പിക്കും. അപ്പം നീ പറയുന്ന ഈ മോശ വാക്ക് കേട്ടാൽ ആർക്കും സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ കഴിയില്ല. നീ വാ തുറന്നാൽ ഇപ്പം മഹാ ചീത്തയല്ലേ നീ വിളിക്കുന്നത്. അല്ലടി, നിൻ്റെ മക്കൾ ദർസിലെവലും പഠിക്കും, എന്നിട്ടൊരു ഉമ്മാരെ വായിന്ന് വരുന്നൊരു വർത്താനം. നിൻ്റെ മക്കൾ പഠിക്കുന്ന ദർസിലെ ഉസ്താദുമാർക്കറിയാം നിനക്ക് എത്ര മാനവും മര്യാദയും ഉണ്ടെന്ന്. നിൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ, നിന്റെ പെങ്ങന്മാരനെ, അവന്മാരനെ പോട്ട് മുഹമ്മദ് റഫീഖ് അവന് ഇവന് കണ്ടൊക്കെ പേര് വെച്ചിട്ട് എന്തിനാടാ നായ്ക്കളെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്, ചത്തുപോയൊക്കെ. ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ ഇവളീ വായിലിരിക്കുന്ന ഈ മോശമായ സംസാരം ഇങ്ങനെ കേൾക്കുന്നത്. അവരെന്തിന്, നിങ്ങളെന്ത് തെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഇവളെ വായിലിരിക്കുന്ന ഈ ചീത്ത കേൾക്കാൻ? നിങ്ങളെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവളെ സഹായിച്ചതിനുള്ള കൂലിയാണോ ഈ ഷാജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തിരിച്ചു തരുന്നത്? ഒന്നും തരാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വായിലിരിക്കുന്ന ചീത്ത ഇട്ട് തരുന്നത്. ഇപ്പം പറഞ്ഞത് കറക്റ്റാ, അത് നിനക്ക് യോജിക്കുന്ന കാര്യമാണ് കേട്ടോ. വല്ല വിഷവും കുടിച്ചിട്ട് നീ ചാകുന്ന നല്ലത്. നിന്നെപ്പോലെ മോശം പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ പെണ്ണായിട്ടും അന്തസ്സായിട്ട് 5 മക്കളെ പോയിട്ട് ജീവിക്കുന്നത്. നിന്നെ പോലുള്ളവന്മാരുടെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് എൻ്റെ കണ്ടവന്മാരുടെ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലോ? എടി, ലോകത്ത് ഭർത്താവ് മരിച്ച ഭാര്യ മക്കളുണ്ടെങ്കിൽ ഇതിനേക്കാൾ അന്തസ്സായിട്ട് പോറ്റുന്ന ആൾക്കാരാണ്. നിന്നെ മാതിരി സോഷ്യൽ മീഡിയ എടുത്തിട്ട് അതിലിങ്ങനെ എന്താ പറയുക, മറ്റുള്ളവർ കമൻറ്റ് ചെയ്തതിന് എല്ലാവരും അങ്ങനെ കൂട്ടത്തോടെ തെറി വിളിച്ചിട്ട് ആ പൈസ വാങ്ങിയിട്ടൊന്നല്ല മക്കളെ പോറ്റുന്നത്. വളരെ അന്തസ്സായിട്ട് അച്ചടക്കത്തോടു കൂടിയിട്ടാണ് മക്കളെ പോറ്റുന്നത്. നീ ഇങ്ങനെ ഈ പുട്ടിന് തേങ്ങുന്ന പോലെ നീ പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ല അന്തസ്സായിട്ടാണ് മക്കളെ പോറ്റുന്നത്. നിൻ്റെ അന്തസ് ഇപ്പം കുറച്ച് 2-3 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. മുന്നേ കണ്ടിനി, പിന്നെ കുറച്ച് കാലം ഒരു അന്തസ്സോടെ ജീവിച്ചിന്. ഇപ്പം വീണ്ടും തുടങ്ങി നിൻ്റെ നല്ല അന്തസ്. മിണ്ടാണ്ടിരിക്കണമെന്ന് പറയുന്തോറും നായിൻ്റെ ഡാഷ് മക്കൾ ഓവറാവുണ്ട്. ഇവളെയാണ് ആദ്യം ദറസ് കൊണ്ടുപോയി ചേർക്കേണ്ടത്. ഇവളെ ഈ വർത്തമാനത്തിന് ഇവളൊരു സ്കൂളിൻ്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടവർക്കൊന്നും ഇങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റേതായ ഒരു മാന്യതയും മര്യാദയെല്ലാം ഉണ്ടാവും, നാണും മാനും ഉണ്ടാവും. അതുപോലും ഇല്ലാത്തൊരു പെണ്ണാന്നിവള്. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ പരമനാറി ഷെരീഫ് എന്നെ വെടി വേശി എന്ന് പറഞ്ഞിട്ട് നായിൻ്റെ മോന് പറഞ്ഞത് വെച്ചിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അവനിക്കല്ല ഈ വിളിക്കണവന്മാരുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നേരെ കൊണ്ടുപോയി സൈബർ സെല്ലിൽ അങ്ങോട്ട് കൊടുക്കും. വേഗം അങ്ങോട്ട് ചെന്നാൽ മതി. അവരവിടെ പണിയില്ലാണ്ട് ഇങ്ങനെ വിശറി എടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഈ ഒരു ചളിപ്പം കേസ് കിട്ടിയിട്ടുണ്ട് അവർക്ക് തെളിയിക്കാൻ. നീ വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് ഇപ്പം ജനങ്ങളെ പേടിപ്പിക്കട്ടാ. ഇപ്പം ഇനി നീ എന്തുകൊണ്ടെന്ന് കാണിച്ചാലും ജനങ്ങൾക്ക് പേടിയില്ലാത്ത കാലമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടി. ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് എല്ലാ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണ്ടല്ലോ, എനിക്ക് പോസിറ്റീവ് കമന്റ് ഇടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ
നിങ്ങളെ പോലത്തെ ഉള്ള നാറികളുടെ ഇടയിൽ വന്നിട്ട് അവർ കമന്റ് ഇടാത്തോണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിനും തെളിവ് കാണിക്കുന്ന നീ എന്തുകൊണ്ടാന്നടി ഈ പിന്നെ ഒരു വീഡിയോ ചെയ്യാത്തത്? നിനക്ക് നല്ല പോസിറ്റീവായ കമൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ വായി തോന്നിയ പോലെ ഇങ്ങനെ വിളിച്ച് പറയലട്ടാ. പിന്നെ നല്ലവരായ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടാൻ വന്നാൽ നിനക്ക് ആനക്ക് മതം പൊട്ടിയ പോലെയാണ് ലൈവിൽ വന്നാൽ. അപ്പോൾ അവർക്കും കൂടെ ചീത്ത കിട്ടുന്നവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് ഇപ്പം വേണ്ട നിനക്ക് പേഴ്സണലായിട്ട് നിനക്ക് അവർ കമൻ്റ് ഇടാൻ എൻ്റെ ഓർത്തടി തെളിവ്. ഇവളെ ഇതിനപ്പുറമുള്ള വർത്താനം വീഡിയോ കേൾക്കാത്ത നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 5 നേരം നിസ്കരിക്കും പണിയും ചെയ്യുന്നവർക്ക് കേൾക്കാൻ പറ്റിയൊരു സംസാരമല്ല ഇവൾ സംസാരിക്കുന്നത്. ഇവൾ വല്ല എല്ലാവരും ചീത്ത വിളിച്ചിട്ട് പയ്യെ പോയിട്ടൊരു തഹജ്ജുദ് നിസ്കരിക്കുന്നൊരു ഫോട്ടോ ഇട്ടങ്ങിടും. എന്നാൽ നിൻ്റെതെല്ലാം അങ്ങ് വെള്ളത്തിൽ അലിഞ്ഞു പോയി എന്നാ നിൻ്റെ വിചാരം. എടി, വാ തുറന്നിട്ട് കണ്ട ആൾക്കാരെ തെറ്റും സോഷ്യൽ മീഡിയ കയറിയിട്ട് തെറി വിളിച്ചിട്ട് നീ ഉണ്ടല്ലോ എല്ലാ ദിവസവും 4 മണിക്ക് എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു തെറ്റും മനുഷ്യന് ഒരു പ്രാവശ്യം ചെയ്താൽ അള്ള പൊറുക്കും. പക്ഷെ ആ തെറ്റ് നീ ആവർത്തിച്ചുകൊണ്ടെന്നാൽ ഒരിക്കലും നിന്നോട് പൊറുക്കൂലടി അള്ള.